DCB മീഡിയയുടെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉള്ളവർ ഈ വീഡിയോ പൂർണ്ണമായും കാണാതെ പോകരുത്. കാരണം എല്ലാ വീടുകളെയും ബാധിക്കുന്ന സിലിണ്ടർ ബുക്കിംഗും ഗ്യാസ് കണക്ഷൻ റദ്ദാക്കലും ഉൾപ്പെടെ സുപ്രധാനമായ മാറ്റങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഒന്നാമതായി, പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ LPG കണക്ഷൻ നിർബന്ധമായും ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇക്കാര്യം വ്യക്തമാക്കുന്ന സന്ദേശം ഗുണഭോക്താക്കൾക്ക് പാചകവാതക വിതരണ ഏജൻസികൾ അയച്ചു തുടങ്ങി. ഒരു വീട്ടിൽ LPGയും പൈപ്പ് ഗ്യാസും അതായത് PNGയും ഒരുമിച്ച് കൈവശം വയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ വിലക്കിയിട്ടുണ്ടെന്നും രണ്ടുമുണ്ടെങ്കിൽ LPG ഒഴിവാക്കണമെന്നുമാണ് നിർദ്ദേശം. നിശ്ചിത ദിവസത്തിനകം LPG ഒഴിവാക്കിയില്ലെങ്കിൽ അത് റദ്ദാവുമെന്നാണ് ഗുണഭോക്താക്കൾക്ക് കിട്ടിയ വിവരം. പലർക്കും പല സമയപരിധിയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം പൈപ്പ് ലൈൻ ഒഴിവാക്കാനുള്ള അവസരമില്ല എന്നതാണ് LPG സിലിണ്ടർ ഉള്ളവർ നേരിടുന്ന പ്രതിസന്ധി. ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് പോലുള്ള കമ്പനികളാണ് പൈപ്പ് വഴി വീടുകളിലെ അടുക്കളകളിൽ പ്രകൃതിവാതകം എത്തിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് LPG ഗുണഭോക്താക്കൾ PNGയിലേക്ക് മാറണമെന്ന് മാർച്ച് 25-ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശത്തോടെ LPG സബ്സിഡി കിട്ടുന്ന ഉജ്ജ്വൽ യോജന ഉപഭോക്താക്കളും ആശങ്കയിലായിരിക്കുകയാണ്. ഇത്തരം മെസ്സേജുകൾ കിട്ടിയവർ അക്കാര്യമൊന്നും കമന്റ് ചെയ്യുക. അടുത്ത അറിയിപ്പ്, പാചകവാതക പ്രതിസന്ധി കുറഞ്ഞെങ്കിലും ഇപ്പോഴും പുതിയ LPG കണക്ഷൻ നൽകാനോ അധിക സിലിണ്ടർ അനുവദിക്കാനോ ഗ്യാസ് സിലിണ്ടർ ഏജൻസികൾ തയ്യാറായിട്ടില്ല. പുതിയ വീടെടുത്ത് മാറുന്നവർ ഉൾപ്പെടെ ഇത് കാരണം ബുദ്ധിമുട്ടുകയാണ്. ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും 45 ദിവസം കഴിഞ്ഞാൽ മാത്രമേ സിലിണ്ടർ മാറ്റാൻ അപേക്ഷിക്കാനാവുള്ളൂ. നഗരമേഖലയിൽ ഇത് 25 ദിവസമാണ്. കമ്പനികൾക്കനുസരിച്ച് വ്യത്യാസവുമുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം പൂർണ്ണമായും അവസാനിക്കാത്തതിനാൽ ബുക്കിങ്ങിലുള്ള ഈ പ്രതിസന്ധി നീങ്ങുകയാണ്. അടുത്ത അറിയിപ്പ്, പാചകവാതക സിലിണ്ടർ ഗുണഭോക്താക്കളോട് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്താനും നിർദ്ദേശമുണ്ട്. ജൂലൈയിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഗ്യാസ് റദ്ദാവുമെന്നാണ് പറയുന്നത്. രേഖാമൂലം ഇത്തരം അറിയിപ്പൊന്നും തന്നിട്ടില്ലെങ്കിലും സന്ദേശങ്ങൾ വന്നിട്ടുണ്ടെന്നും ഉപഭോക്താക്കൾ പറയുന്നു. ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാറുമായി ഗ്യാസ് ഏജൻസിയിലെത്തി സൗജന്യമായി ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ഗ്യാസ് വിതരണ കമ്പനികളുടെ മൊബൈൽ ആപ്ലിക്കേഷനും ഫേസ്ബുക്ക് ഒതന്റിഫിക്കേഷൻ ആപ്പും ഉപയോഗിച്ച് സ്മാർട്ട് ഫോൺ വഴിയും ഇത് പൂർത്തിയാക്കാം. ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തകൾ മാത്രമാണ് കുറച്ചു നാളുകളായി വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്തയും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്താൽ അവ നമ്മുടെ അടുക്കളയിലെത്താൻ ദിവസങ്ങൾ കാത്തിരിക്കണമായിരുന്നുവെങ്കിൽ ഇനി ഫുഡ് ഡെലിവറിയൊക്കെ പോലെ ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ ബുക്ക് ചെയ്ത സിലിണ്ടർ വീട്ടിലെത്തുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു. 10 കിലോഗ്രാം ഭാരമുള്ള ഇന്ത്യൻ എക്സ്ട്രാ ലൈറ്റ് നൗ കോമ്പോസിറ്റ് LPG സിലിണ്ടറിന് അതിവേഗ ഹോം ഡെലിവറി സേവനവുമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബുക്കിംഗ് നടത്തി 4 മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ വീട്ടിലെത്തിക്കുന്ന സേവനമാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. ഇതോടൊപ്പം 5 കിലോഗ്രാം ചോട്ടു സിലിണ്ടറും 4 മണിക്കൂറിനുള്ളിൽ ഹോം ഡെലിവറി ലഭ്യമാക്കുന്ന സേവനവും ഇന്ത്യൻ ഓയിൽ ആരംഭിച്ചു. നിലവിൽ കേരളത്തിൽ സേവനം ആരംഭിച്ചിട്ടില്ല. ഇന്ത്യൻ ഓയിൽ ചെയർമാൻ AS സാഹ്നി, മാർക്കറ്റിംഗ് ഡയറക്ടർ സൗമിത്ര P ശ്രീവാസ്തവ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. ഭാരം കുറഞ്ഞതും തുരുമ്പ് പിടിക്കാത്തതുമായ കോമ്പോസിറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് എക്സ്ട്രാ ലൈറ്റ് നൗ സിലിണ്ടർ നിർമ്മിച്ചിട്ടുള്ളത്. സിലിണ്ടറിലെ വാതകത്തിന്റെ അളവ് പുറത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സുതാര്യമായ പുറംഭാഗം ഇതിന്റെ പ്രത്യേകതയാണ്. വളരെ വേഗം നമ്മുടെ സംസ്ഥാനത്തും ഈ സൗകര്യം ലഭ്യമാകും. ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കമന്റ് ചെയ്യുക. സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകൾക്കും കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.